നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. നാളെ ഇതുവരെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ MLA-മാർ ഈ രാജ്യത്തുള്ളതിൻ്റെ സർവകാല റെക്കോർഡ് ഒരു കൊടുമുടിയിലേക്ക് BJP നടന്നു കയറിയിരിക്കുന്നു എന്നതാണ്. എന്നാൽ എങ്ങനെ അത് കയറി? ആരാണ് ആ കൊടുമുടിയിലേക്ക് കൈപിടിച്ച് കയറ്റിയത്? ജനങ്ങളാണോ? ജനങ്ങൾ പൂർണ്ണമായും കൈപിടിച്ച് തന്നെയാണോ ഈ MLA-മാരെ ജയിപ്പിച്ചത്? അല്ല എന്നുള്ളതാണ് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത്. 2014 ശേഷം BJPക്കുണ്ടായ വളർച്ച, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേന്ദ്ര സർക്കാർ സ്വാധീനിക്കാൻ തുടങ്ങിയതിന് ശേഷമുണ്ടായ കാഴ്ച. കോൺഗ്രസ് അധികാരത്തിൽ കേന്ദ്രത്തിൽ ഇരുന്നിട്ടുണ്ട്, നാളുകളോളം ഇരുന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നുമില്ലാത്ത ഒരു വലിയ രീതിയിലുള്ള ആധികാരികമായ ഒരു കടന്നുകയറ്റം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മേൽ മോദിയുടെ മന്ത്രിസഭ നടത്തി എന്നുള്ളതിൻ്റെ കൃത്യമായ രൂപമാണ്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരം കൂടുതൽ നൽകാൻ വേണ്ടി പാർലമെന്റിൽ BJP അംഗങ്ങൾ അതിന് ഉതകുന്ന രീതിയിലുള്ള ഭേദഗതികൾ കൊണ്ടുവന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്ന പാനലിൽ അംഗമായാൽ അത് നരേന്ദ്രമോദിയെയും കേന്ദ്ര ക്യാബിനറ്റിനെയും ദോഷകരമായി ബാധിക്കും, പ്രതികൂലമാകും സാഹചര്യങ്ങളെന്ന് അവർ വിചാരിച്ചതുകൊണ്ട് ചെയ്ത തീരുമാനമാണ്. അത്തരത്തിൽ കടുംപിടുത്തം പിടിച്ചത് എന്തുകൊണ്ടാണ് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചോദിച്ചു. കാരണം പ്രതിപക്ഷ നേതാവ് കൂടി പാനൽ അംഗമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്ന പാനലിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നു? ഇറക്കി വിട്ടതാണ്. അമിത്ഷായും നരേന്ദ്രമോദിയും കൂടി മെനഞ്ഞെടുത്ത തിരക്കഥയാണ് പിന്നീട് ഈ രാജ്യം മുഴുവൻ വിശ്വസിച്ചത്. എന്നാൽ ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, അതായത് കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസാം, അതുപോലെ തന്നെ പുതുച്ചേരി, ഇതിന് കൂടെ മണിപ്പൂർ വേണമെങ്കിലും നടത്താൻ സാഹചര്യമുണ്ട്. കാരണം അവിടെ രാഷ്ട്രപതി ഭരണമാണ്. അത് പിൻവലിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതാണ്. യഥാർത്ഥത്തിൽ മണിപ്പൂരിലെ കാലാവധി 2027 ജനുവരി മാസത്തോടെ അവസാനിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ രാഷ്ട്രപതി ഭരണമാണ്. ബീരൻ സിംഗിന് വലിയ രീതിയിലുള്ള പാളിച്ച പറ്റിയിരിക്കുന്നു. അയാൾ എല്ലാ തരത്തിലും അവിടുത്തെ വർഗീയ സംഘർഷങ്ങൾക്ക് ഇന്ധനം പകരുന്ന രീതിയിലുള്ള മോശമായ ഇടപെടലും നടത്തി എന്നുള്ളത് തെളിഞ്ഞതുകൊണ്ട് നാണം കെട്ട് രാജിവെച്ച് ഇറങ്ങേണ്ടി വന്നതാണെന്ന് നമുക്കറിയാം. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് BJPയുടെ ടാലി ഇത്രയും വർദ്ധിപ്പിച്ചത്? അവിടെയാണ് ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വളരെ വ്യക്തമാകുന്നത്. ഒരു ബാർ ചാർട്ടിലോ പൈ ചാർട്ടിലോ ഹിസ്റ്റോഗ്രാമിലോ ഒക്കെ നമുക്ക് വരച്ചാൽ മനസ്സിലാകും ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ കാണിച്ച അനീതി, അതല്ലെങ്കിൽ നെറുകേട്. ഈ രാജ്യത്തെ നികുതിദായകരായ ജനങ്ങളെ മുഴുവൻ പമ്പര വിഡ്ഢികളാക്കിക്കൊണ്ട് BJP നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ ഫലമാണിത് എന്ന് വ്യക്തം.